റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എങ്ങും അവനുണ്ട്. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ, എന്താനന്ദം. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എങ്ങും അവനുണ്ട്. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ എങ്ങും അവനുണ്ട്. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. ഈ ദൈവമെന്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താനന്ദം. നമുക്കെല്ലാവർക്കും വേണ്ടി യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് അമ്മയെ നമ്മുടെ അമ്മയായിട്ട് നൽകുകയാണ്. പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു വിശ്വാസ ജീവിതമില്ല. അമ്മയെ മാറ്റി നിർത്തി എങ്ങനെ നമുക്കൊരു വിശ്വാസ ജീവിതം ഉണ്ടാകുന്നത്? അത് പറ്റില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തികേന്ദ്രം, താങ്ങും തണലും എല്ലാമായിട്ട് പരിശുദ്ധ മറിയം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. അമ്മയെ വിട്ട് ഒരു ആത്മീയ ജീവിതം നമുക്കില്ല. ഹല്ലേലൂയ. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കാം. ഒരു ഫാമിലി, ചങ്ങനാശ്ശേരിയിലൊരു കുടുംബം, ഞാൻ UK ധ്യാനം നിർത്തുമ്പോൾ പരിചയപ്പെട്ടാണ്. ഒരു 5 വർഷം മുമ്പ് ഒരു സഹോദരിയും ഭർത്താവും ഒരു കുഞ്ഞും അവരെന്നെ കാണാൻ വന്നു. നല്ലൊരു ഫാമിലി. ആ ചെറുക്കനാണ് നന്നായിട്ട് പ്രാർത്ഥിക്കും, മദ്യപാന പുകയിലൊന്നുമില്ല, നല്ലൊരു ചെറുപ്പക്കാരൻ. അവൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു കുട്ടി, നല്ലൊരു 2-3 വയസ്സൊരു ആൺകുട്ടിയുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങൾ എന്നോട് പങ്കുവയ്ക്കുക. അപ്പോൾ ആ മകള് പറഞ്ഞ ഒരു ഹൃദയസ്പർശിയ ഒരു അനുഭവമാണ്, പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവളുടെ വീട്ടിൽ ഇവളുടെ അപ്പനുമുണ്ട്, അമ്മയുമുണ്ട്. ഇവളുടെ കുഞ്ഞു പ്രായം, ഇവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചു. ഇവളുടെ അപ്പന് ചെറിയൊരു ബിസിനസ്സുണ്ട്. ബിസിനസ്സും മദ്യപാനവും ഒക്കെ ആയിട്ടാണ് അപ്പൻ്റെ ജീവിതം. വൈകിട്ട് 8 മണിയാകുമ്പോൾ വീട്ടിൽ വരുമ്പോൾ എന്നും മദ്യപിച്ച് വീട്ടിൽ വരുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു അപ്പനാണ് ഇവിടെ ജീവിതത്തിൽ ഉടനീളം കണ്ടിരിക്കുന്നതും അനുഭവിച്ചതും. അങ്ങനെ ഒരു അപ്പനെ കുറിച്ചാണ്. പക്ഷെ അമ്മയ്ക്ക് നല്ല സ്നേഹമായിരുന്നു ഇവളോട്. അവൾ പറയുകയാണ്, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ അമ്മ എന്നെ അടുത്തിരുത്തി പ്രാർത്ഥിപ്പിക്കും, ജപമാല ചൊല്ലിക്കും. അന്ന് സന്തോഷം, ദുഃഖം, മഹിമ 3 രഹസ്യങ്ങളേ ഉള്ളൂ. അവൾ പറയാം, മനഃപ്പാഠമായിരുന്നു എനിക്കതെല്ലാം ജപമാല. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചത്. സ്കൂളിൽ നിന്ന് വന്നിട്ട് അവൾ അമ്മയെ സഹായിക്കുക, അത്യാവശ്യക്കാരത്തിനൊക്കെ അവളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കും. വൈകിട്ടൊരു 8 മണിയായാലും അപ്പൻ വീട്ടിലെത്താറില്ല. അവൾ പറയുകയാണ്, ക്യാൻസർ രോഗിയായ എൻ്റെ അമ്മയുടെ കട്ടിലിൽ എന്നെ അടുത്തിരുത്തും. എന്നിട്ട് അമ്മയ്ക്ക് തീരെ വയ്യ, അവിടെ ഇരുന്ന് ഞാനും അമ്മയും കൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. എന്നിട്ട് അവൾ പറയുകയാണ്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നു, മോളെ, ഞാൻ മരിച്ചു പോയാലും നിന്നെ നോക്കാനും നിന്നെ സംരക്ഷിക്കാനും പരിശുദ്ധ അമ്മയുണ്ട്.
ഇവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവളുടെ അമ്മ ക്യാൻസർ ബാധിച്ചു മരിക്കുക. അവൾ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ 2ാമത് വിവാഹം കഴിച്ചു. 2ാമത് വന്ന അമ്മ ഇവളെ ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു അമ്മയായിരുന്നു. ഒത്തിരി ഇവളെ സഹിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞു. അവൾ +1 +2 കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോയി. അവളുടെ ജീവിതത്തിൽ നിന്നും കണ്ണുനീരും സങ്കടമായിരുന്നു. അവൾ പറഞ്ഞു, രാത്രിയിൽ ഇവളുടെ മുറിയിൽ അവിടെ നിന്ന് ഒറ്റയ്ക്കിരുന്ന് ജപമാല ചൊല്ലി മാതാവിൻ്റെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നേഴ്സിങ്ങിന് കോളേജിൽ പഠിക്കുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ നേഴ്സിംഗ് കോളേജാണ്. അവിടെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുന്നിൽ എന്നും അവൾ പോയി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. രണ്ട് മാതാവ് എന്നെ നോക്കിക്കൊള്ളണം, അവളെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ പറയുകയാണ്, ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ടൊരു പാപം ചെയ്തിട്ടില്ല, ഒരു തെറ്റിൻ്റെ വഴിയിലേക്ക് ഞാൻ പോയിട്ടില്ല, ഒരു പ്രേമബന്ധത്തിൽ ഒരു പാപത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. എൻ്റെ അമ്മ പറഞ്ഞു വന്നതൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു. അവൾ പറയുകയാണ്, പഠിച്ചു, അവൾ ബോണ്ട് പീരീഡ് കഴിഞ്ഞു. അത്ഭുതമായിട്ട് അവൾക്ക് ആദ്യമേ സിംഗപ്പൂർ ജോലി കിട്ടി. അവിടുന്ന് പിന്നെ UK വന്നു. ദൈവം അനുഗ്രഹത്താൽ അവളെ നിറയ്ക്കുക. നല്ലൊരു വിവാഹം, നല്ലൊരു ചെറുപ്പക്കാരൻ. അവൾ പറയുന്നു, എനിക്കെല്ലാം നൽകിയത് പരിശുദ്ധ അമ്മയാണ്. എനിക്ക് ഏറ്റവും അവൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടതാ, എൻ്റെ ഈ ശരീരത്തിൽ ഞാനൊരു കുഞ്ഞു പാപം പോലും ചെയ്തിട്ടില്ല, ഒരു പ്രേമബന്ധത്തെ ഞാൻ പോയിട്ടില്ല. എൻ്റെ അമ്മ പറഞ്ഞു വന്നതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. നോക്കുക, ഒരമ്മ എത്രമാത്രം ഒരു കുഞ്ഞിനെ സ്വാധീനിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തുവാൻ, പ്രാർത്ഥനയിൽ വളർത്തുവാൻ അപ്പനും ഉത്തരവാദിത്വമുണ്ട്, അപ്പനും അമ്മയ്ക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ ആരും മാറ്റിവെച്ചിട്ട് കാര്യമില്ല. ആ അമ്മ അന്ന് അവളെ ക്യാൻസർ ബാധിച്ചുകൊണ്ട് കട്ടിലേൽ കൂടെ ഇരുത്തി ജപമാല ചൊല്ലിട്ട് പറഞ്ഞു കൊടുത്ത്, മോളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും മരിച്ചു പോയാലും മോളെ നോക്കാനെല്ലാം പരിശുദ്ധ മാതാവുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. ആ കുഞ്ഞു ഹൃദയം അതെല്ലാം വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഴമായ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ കൊടുക്കണമെങ്കിൽ വളരെ ബാല്യത്തിൽ തന്നെ നമുക്ക് ഇതെല്ലാം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഞങ്ങൾക്കൊരു 2-3 വർഷം മുൻപ് തൃശ്ശൂർ ഒരു പള്ളിയിൽ ഒരു യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനം നടത്തുക. അടുത്ത വികാരിയച്ചൊരു ഭയങ്കര സങ്കടമായിരുന്നു. കൺവെൻഷൻ ആ ധ്യാനം നടക്കുമ്പോൾ 1000-ഓളം യുവതിയുവാക്കന്മാരുള്ള ആ പള്ളിയിൽ ഒരു 3 ദിവസത്തെ യുവതിയുവാക്കന്മാർ ധ്യാനം വെച്ചിട്ട് 200 പേരാവുന്നത്. 210 പിള്ളേർ മൊത്തം. ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ എന്തെങ്കിലും മാതാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ജപമാല ഫുള്ളായിട്ട് ദുഃഖം, സന്തോഷം, മഹിമ, പ്രകാശം, ഈ ജപമാല രഹസ്യങ്ങളെല്ലാം അറിയാവുന്നൊരു കൈ ഉയർത്താൻ പറഞ്ഞു. ഒറ്റ ഒരാൾ പോലുമില്ല. അവസാനം ഞാൻ പറഞ്ഞു, സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു കരമുയർത്താൻ 3 പെൺകുട്ടികൾ എഴുന്നേറ്റ് വന്നു. ഒരു ഇടവക ദേവാലയത്തിലെ സ്ഥിതിയാണിത്. 210 പിള്ളേർ, അതിൽ ഒരു 130 പെൺകുട്ടികൾ, ബാക്കി ആൺകുട്ടികളാണ്. 3 പെൺകുട്ടികൾ എഴുന്നേറ്റ്. അവക്കാകെ അറിയാവുന്ന സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ. വേറെ ഒന്നിനും കൊന്തേ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എങ്ങനെയുണ്ട് വിശ്വാസ ജീവിതം? അത് ഈ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മാതാപിതാക്കളെയാണ് ചൂരലിന് തള്ളേണ്ടത്. അത് കൊച്ചു പിള്ളേരല്ല, +2 പഠിക്കുന്നതും ഡിഗ്രിക്ക് പഠിക്കുന്നതും ഒക്കെ പിള്ളേരാണ്. 100-200 പിള്ളേർ. എത്ര ലജ്ജാകരമായത്! ജപമാല പ്രാർത്ഥന പോലും ഞാൻ ചോദിച്ചപ്പോൾ പല വീട്ടിലും ജപമാലയില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃക മാതാപിതാക്കന്മാർ തന്നെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയില്ലെങ്കിൽ അത് അപകടം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? ദൈവാനുഭവമില്ല ഈ കുഞ്ഞുങ്ങൾക്ക്, ഒരു യേശു അനുഭവമില്ല. നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, വിജാതിയുടെ പിന്നാലെ പോകുന്നു. അവർ കുറേ കേൾക്കുന്നു, വായിക്കുന്നു, പറയുന്നു. അതിനപ്പുറം യേശുവുമായിട്ടോ മാതാവുമായിട്ടോ ഒരു സ്നേഹത്തിലേക്ക് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അതാണ് എൻ്റെ അടിസ്ഥാന കാരണം. പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ ഉപേക്ഷിക്കാൻ, സഭയെ ഉപേക്ഷിക്കുവാൻ, പരിശുദ്ധ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ ഇന്ന് വിശ്വാസ ജീവിതത്തിൽ കരുത്തരായിട്ടുണ്ടെങ്കിൽ, ശക്തരായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമുണ്ട്. ഹല്ലേലൂയ. അമ്മേ എന്നു ഞാൻ ഉള്ളിൽ വിളിക്കുമ്പോൾ മറുവിളി മകനേ എന്നോതുമമ്മ. ഹൃദയം തകർന്നു ഞാൻ കരയുന്ന നേരം മിഴിനീരുമായ്ക്കുന്ന മാതാവേ,